ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അമേരിക്കൻ ചോപ്സിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായി 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ചിക്കനും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ചെറുനാരങ്ങ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. സ്വല്പം വെള്ളം കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിനായി ഹക്ക നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ സ്റ്റോക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചുവടുകട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ട് ഹക്ക നൂഡിൽസ് വേവിച്ചെടുക്കണം. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. നൂഡിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. നൂഡിൽസ് ഇനി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി കഴിഞ്ഞാൽ വേവിച്ച നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചോപ്സി തയ്യാറാക്കാനായിട്ട് നീളത്തിലരിഞ്ഞ സവാള, ക്യാരറ്റ്, ബീൻസ്, ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, സെലറി, പച്ചമുളക്, കാബേജ് ഇവയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറി ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച കാബേജ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വെളുത്ത കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, ചില്ലി സോസ് എന്നിവ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഞാൻ ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, സെലറി, സ്പ്രിംഗ് ഓണിയൻ, പച്ചമുളക് ഇവയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ വറുത്ത് വെച്ച നൂഡിൽസിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ തയ്യാറാക്കിയ മിക്സ് ചേർത്ത് കൊടുക്കുക. ഈ മിക്സ് ഇതിലേക്ക് അത്യാവശ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബുൾസൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കൻ ചോപ്സി റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് എന്നെ അറിയിക്കണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.